السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا ونبينا محمد وآله وصحبه أجمعين. നിങ്ങളെ ഏതാനും ദിവസങ്ങളെ ഉള്ളൂ റമദാന് നമ്മളോട് വിട പറയാ. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മൾ അമലിലായിട്ടുണ്ടാവുക. കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അമൽ ചെയ്തവർ അത് തുടർച്ചയായി അമൽ ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവോട് പറയുക, യാ അബ്ദല്ലാഹ് ലാ തകും ബിമിസ്ലി ഫുലാൻ കാന യഖുമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. ഇന്നന്നാൾ വ്യക്തി പോലെ ആവരുതേ അബ്ദല്ലാഹ്. ആള് രാത്രി നിസ്കരിച്ചിരുന്നു, പിന്നീട് അത് ഒടിഞ്ഞു. അപ്പം അങ്ങനത്തെ കൂട്ടരിൽ പെടല്ലേ അബ്ദുള്ള എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തുടർച്ചയായി പ്രവർത്തിക്കുക. ഖുർആൻ ഓതി ഖത്മ തീർന്നവരാണെങ്കിൽ കുറച്ചെങ്കിലും ഖുർആൻ ഓത, ഒരു ഖത്മ തുടങ്ങുക, പൂർത്തിയാക്കും എന്നുള്ള നീയത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഖത്മത്ത് പൂർത്തിയാക്കുക. ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ട പ്രവൃത്തികളിൽ പെട്ടതാണ്. ഇനി ഖത്മ തീരാത്തവരാണെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കാം. ഓതി തുടങ്ങി വെച്ചിട്ട് 3-4 ജുസ് എത്തിയപ്പോഴത്തേനും മടി വന്നിട്ട് നിർത്തിവെച്ചവർ, അല്ലെങ്കിൽ എന്തേലും തിരക്ക് വന്നിട്ട് നിർത്തിവെച്ചവരുണ്ടെങ്കിൽ അവർ അത് പൂർത്തിയാക്കും എന്നുള്ള നീയത്ത് വെച്ചിട്ട് അവരത് വീണ്ടും അതിലേക്ക് മടങ്ങുക. അവസാനത്തെ സമയം അമലില്ലാതെ വിട പറയുന്ന രൂപത്തിലാവരുത്. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവൃത്തികളൊക്കെ അവസാനത്തെ പ്രവൃത്തികളാണ്, അതിൽക്കാണ് നോട്ടമുണ്ടാവുക എന്നുള്ളത്. മാത്രമല്ല റമദാൻ നമ്മളെപ്പോഴും വിട്ടു പിരിഞ്ഞിട്ടില്ല. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസിയ്യത്തും ദുആ ഉണ്ടല്ലോ, എന്ത് ലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. എല്ലാ രാത്രിയിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ മോചിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ നമ്മൾ പെടണമെങ്കിൽ നമ്മളത് അതിനുള്ള പ്രവൃത്തികൾ ചെയ്യുക, റബ്ബിനോട് തേടാം. മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ രാത്രിയാവാം, 27-ാം രാവ് മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫിൽ യൗമിൽ അഖീർ. അവസാനത്തെ ദിവസം ലൈലത്തുൽ ഖദ്ർ ആവാം. അപ്പോൾ ആ ലൈലത്തുൽ ഖദ്ർ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അവസാനത്തെ രാത്രി അടക്കം ഇരിക്കണം, അതിൽ അമൽ ചെയ്യണം, അമൽ വെടിയരുത്. 27-ാം രാവ് തന്നെ ലൈലത്തുൽ ഖദ്റാണ് എന്ന് വെച്ചോ, അപ്പോഴും ഒരു പ്രവർത്തിക്കുന്ന ഒരാൾ അയാൾ അമൽ മഖ്ബൂലായി എന്നുള്ളതിൻ്റെ അടിയാളം എന്താണ്? പ്രവർത്തിച്ച ഒരാൾ അമൽ മഖ്ബൂലായി എന്നുള്ളതിൻ്റെ അടിയാളം അവന് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുങ്ങി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അവന് ശരിയായ രൂപത്തിൽ പോകുന്നു, അവനത് ഇബാദത്ത് വിടിയാതെ തന്നെ അവന് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവൻ്റെ അമൽ മഖ്ബൂലായി എന്നുള്ളതിൻ്റെ ഒരു അടിയാളം. അപ്പം അങ്ങനെ നമ്മൾ അമൽ വിടിയരുത്. മാത്രമല്ല ഇപ്പോഴും നമ്മൾക്ക് ചാൻസ് ഉണ്ട്. ഇസ്സാഇമി ദഅവത്തുൻ ലാ തുറദ് എന്ന് പറഞ്ഞ ചാൻസ് ഉണ്ട്. എന്താണ്? നോമ്പ് നോക്കുന്നവർക്ക് ദുആ, എങ്ങനത്തെ ദുആ ഉണ്ട്? അത് ഉത്തരമുള്ള ദുആ ആണ്, അത് ഒരിക്കലും തട്ടിക്കളയപ്പെടില്ല. അപ്പോൾ ആ ചാൻസ് ഇപ്പോഴും ബാക്കിയുണ്ട്. മാത്രമല്ല സഹറിൻ്റെ സമയത്ത് ദുആഇനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ടല്ലോ, രാത്രി നിസ്കരിക്കുന്ന ചാൻസ് ഇപ്പോഴും ഉണ്ടല്ലോ. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ എന്ന് പറഞ്ഞ ചാൻസ് അതിൽ പെടാം. എങ്ങനെ? ചില പണ്ഡിതന്മാർ പറഞ്ഞ് രാത്രികൾ നിസ്കരിച്ചവർക്ക് അത് കിട്ടും എന്നുള്ളത്. ചിലർ പറഞ്ഞ് റമദാൻ മൊത്തം നിസ്കരിക്കണം. എങ്ങനെയാണെങ്കിലും ആ ചില ആൾക്കാർ പണ്ഡിതന്മാരെ കൗലനുസരിച്ചിട്ട് നമ്മൾ പെടാമല്ലോ. അപ്പോൾ ഒരിക്കലും നമ്മളിത് വിടുങ്ങി പോകരുത്, അമലിൽ മുഴുകണം. അവസാന സമയം അമലില്ലാത്ത രൂപത്തിൽ മടങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലി തുക്മിലുൽ ഇദ്ദ. ഈ എണ്ണം
പൂർത്തിയാക്കുക. ഏതാനും ദിവസങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അയ്യാമം മഅദൂദാത്ത്, അത് പൂർത്തിയാക്കുക. വലി തുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീർ ചൊല്ല. ആ തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ അമലായിരുന്ന ആൾക്കാരായിട്ട് തക്ബീർ ചൊല്ലണം. ഖൽബോടെയും നാവുകൊണ്ടും തക്ബീർ ചൊല്ലണം. എന്തിന്? അലാമാ ഹദാക്കും, അള്ളാഹു ഹിദായത്ത് തന്നതിന് തക്ബീർ ചൊല്ല. അപ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്നറിയുമ്പോൾ അൽഹംദുലില്ലാ എന്നുള്ള ഒരു മഅനയും, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് നമ്മൾ അമൽ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടി എന്നുള്ളൊരു മഅനൊക്കെ വെച്ചിട്ടായിരിക്കണം. അതുപോലെ തന്നെ സക്കാത്തുൽ ഫിത്ർ ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങുക, വെടിയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അവസാന നിമിഷം അമലിന്ന് പിന്മാറിയ ആൾക്കാരിൽ നമ്മൾ പെടുത്താണ്ടിരിക്കട്ടെ. അമൽ കുറെ ചെയ്തിട്ട് അമൽ ചെയ്യാത്ത ആൾക്കാരെ, ചെയ്യാതെ വിട പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.